ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വിവാഹം നടന്ന അശ്വതിയുടെ ജീവിതം നശിക്കും. ഈ വിവാഹം നടത്തരുത്. ദുർഗ ഈ കല്യാണത്തിൽ പങ്കെടുത്താൽ അത് ജയശ്രീ പങ്കെടുക്കുന്നത് പോലെ തന്നെയാണെന്ന്. അതാ പ്രശ്നമെങ്കിൽ ദുർഗ മണ്ഡപത്തിൽ കയറില്ല. ഓ, അതെ, ഈ കല്യാണം നടക്കുന്ന പരിസരത്ത് നിന്ന് ദുർഗയെ മാറ്റി നിർത്താം. എന്താ? അതെ, ഇത് പൃഥ്വിയുടെ ജീവിതമാണ്. ഈ കാര്യത്തിൽ തീരുമാനം പറയേണ്ടത് പൃഥ്വിയാണ്. പിന്നെ ഇവന് ഈ വിവാഹം വേണമെന്നാണെങ്കിൽ ഞാനൊരു എതിരഭിപ്രായവും പറയത്തില്ല. മോനെ, നീയാണ് തീരുമാനം പറയേണ്ടത്. നീയും കൂടെ പ്രതീക്ഷയും വാക്കും കൊടുത്ത പെൺകുട്ടിയാണ് അശ്വത. നിനക്ക് ഈ വിവാഹം വേണോ വേണ്ടയോ? എനിക്ക് സമ്മതമാണ്. ഇന്ദിര ടിവിയിലെ പൂർണിമയുടെ സഹോദരൻ പൃഥ്വിക്ക് എക്സുമായി ബന്ധമുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പൃഥ്വി, നീ എന്ത് മണ്ടത്തിനായി പറയുന്നത്? ഇങ്ങനെ ഒരു നാണം കെട്ട ബന്ധം നമുക്ക് വേണോ? വേറെ ആരെങ്കിലും ചെയ്ത തെറ്റിന് അശ്വത എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത്? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് അശ്വതയാണ്. അവൾക്ക് ജയശ്രീയായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ അത് നോക്കിയാ പോരെ? അല്ല മോനെ, നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. ഈ കാര്യത്തിൽ എനിക്കൊന്നും ആലോചിക്കാനില്ല. ഞാൻ കൂടി പ്രതീക്ഷ കൊടുത്തിട്ടാ അശ്വത കല്യാണ പെണ്ണായി ഒരുങ്ങി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ കരയ്ക്കുന്നതാണ് തെറ്റ്. പൃഥ്വിയുടെ തീരുമാനം പറഞ്ഞല്ലോ. ഇനി ഈ കാര്യത്തിൽ വേറെ ഒരു സംസാരം വേണ്ട. ശരി, പൃഥ്വിയുടെ ഇഷ്ടം പോലെ കല്യാണം നടക്കട്ടെ. പക്ഷേ ജയശ്രീയുടെ മോള് ഈ കല്യാണ പരിസരത്തുണ്ടാവരുത്. ഞങ്ങൾക്ക് സമ്മതമാണ്. നിങ്ങളൊക്കെ പറയുന്ന ഒട്ടും ശരിയല്ല. ദുർഗയെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല. പറ്റില്ല പൂർണിമേ. ദുർഗ ഈ കല്യാണത്തിന് പങ്കെടുത്ത ഞാനും എന്റെ ബന്ധുക്കളും ഇവിടുന്ന് പോവും. അയ്യോ, അതൊന്നും വേണ്ട. ദുർഗ ഈ കല്യാണത്തിന് പങ്കെടുക്കില്ല. എങ്കിൽ പിന്നെ കല്യാണത്തിന്റെ ബാക്കി ചടങ്ങുകളൊക്കെ നടക്കട്ടെ. എല്ലാരും പൊയ്ക്കോളൂ. മോളെ, ദുർഗെ, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. എങ്ങോട്ട്? അതൊന്നും നടക്കില്ല വസുമതി. കരഞ്ഞ കാല് പിടിച്ചതുകൊണ്ടാ ഈ കല്യാണം നടക്കാൻ പോകുന്നത്. ഓഹോ, അതും ഇവൾ പങ്കെടുക്കില്ലെന്ന ഉറപ്പിന്മേൽ. എന്നിട്ട് ഇപ്പോൾ അമ്മ എന്തിനാ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നേ? ഓ, അമ്മയെന്നല്ല, ആര് പറഞ്ഞാലും ഇവളെ ഈ പരിസരത്ത് പോലും ഞാൻ നിർത്തില്ല. ഇറങ്ങിപ്പോടി. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാരും ഒന്ന് കേൾക്കണം. എന്താ പറ? പൃഥ്വി നമ്മൾ വിചാരിക്കുന്ന ആളല്ല. അവന്റെ സ്വഭാവം ശരിയല്ല. ഈ വിവാഹം നടന്ന അശ്വതിയുടെ ജീവിതം നശിക്കും. ഈ വിവാഹം നടത്തരുത്. മോളെ, ഇനിയൊരു അക്ഷരം നീ മിണ്ടരുത്. ഇറങ്ങിപ്പോടി. എന്റെ മോളുടെ ജീവിതം തകർക്കാൻ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ഇറക്കി വിട് നാത്തുനെ അവളെ. ഇറങ്ങടി. നിർത്ത് വസുമതി. നീ എന്ത് വിവരക്കടായി കാണിക്കുന്നേ? നീ എന്തിനാ ഈ പാവത്തിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്?
രണ്ടുപേരും ഒരക്ഷരം മിണ്ടരുത്. ഇത്രയും നേരം ഞാനും എന്റെ മോളും അനുഭവിച്ച വേദന കണ്ടു നിന്നവരല്ലേ നിങ്ങള്? അപ്പൊ നാം എവിടെയായിരുന്നു? എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, വേണമെങ്കിൽ തല്ലിക്കൊന്നു, പക്ഷെ ഈ കല്യാണം നടത്തരുത് പ്ലീസ്. ഇറങ്ങി പോടി. മോളെ, നീ പൊക്കോ മോളെ. നിന്നെ ആട്ടോട്ടിക്കുന്നത് കണ്ടു നിൽക്കാൻ ഈ മുത്തശ്ശിക്ക് വയ്യോ മോളെ. നീ പൊക്കോ. നിന്നോടല്ലേ പറഞ്ഞു പോകാൻ. ഇറങ്ങി ഞാൻ പോ. പൊക്കോ മോളെ, നീ പൊക്കോ. പോടി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ പരിസരത്തെങ്ങും നിന്നെ കണ്ടുപോകരുത്. പോടി.